ലോകത്ത് സൂയിസൈഡ്, മർഡർ എന്നിങ്ങനെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മരണപ്പെട്ടിട്ടുള്ളതിൽ പലതിന്റെയും റീസൺ എന്താണെന്ന് കണ്ടെത്താൻ കഴിയാത്തതുമുണ്ട്. ചില മരണങ്ങൾ കാണുമ്പോൾ ഇത് സൂയിസൈഡ് ആണോ കൊലപാതകമാണോ, ഇനിയത് കൊലപാതകമാണെങ്കിൽ ഇത് ചെയ്തത് മനുഷ്യനാണോ അതോ മറ്റാരെങ്കിലുമാണോ എന്ന് വരെ തോന്നിപ്പോകും. സോ ഒരു ക്രൈം മിസ്റ്ററി അല്ലെങ്കിൽ ഒരു മർഡർ മിസ്റ്ററി വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിനെല്ലാം പ്രൂഫ് ഉണ്ടോ എന്ന്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽ ലൈഫിൽ സംഭവിച്ച പ്രൂഫോട് കൂടിയുള്ള ഒരു ടെറിബിൾ മർഡർ സ്റ്റോറിയാണ്. ജനുവരി 31 എലിസ ലാം എന്ന 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി സെസിൽ എന്നൊരു ഹോട്ടലിൽ താമസിക്കാൻ വരുന്നു. അന്നാണ് എലിസയെ അവസാനമായി ജീവനോടെ കണ്ടത്. സോ കൃത്യം 18 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 19 ആ ഹോട്ടലിന്റെ മെയിൻ വാട്ടർ ടാങ്കിൽ നിന്നും എലിസയുടെ ഡെഡ് ബോഡി പോലീസ് കണ്ടെടുക്കുന്നു. ശരീരത്തിൽ ഒരു തുണി പോലുമില്ലാതെ. എങ്ങനെയാണ് ഇവർക്കിത് മനസ്സിലായതെന്നാൽ ആ ഹോട്ടലിലെ ഏത് പൈപ്പ് തുറന്നാലും രക്തം കലർന്ന റെഡ് കളറിലുള്ള വെള്ളമാണ് വന്നിരുന്നത്. അങ്ങനെ ഡൗട്ട് തോന്നി എന്താണെന്നറിയാൻ വാട്ടർ ടാങ്ക് തുറന്നപ്പോഴാണ് എലിസയുടെ ബോഡി അതിൽ കിടക്കുന്നത് കാണുന്നത്. ഉടനെ തന്നെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അപ്പോഴാണ് പോലീസിന് ആ ബിൽഡിങ്ങിലുള്ള ലിഫ്റ്റിലെ CCTV ഫുട്ടേജ് കിട്ടുന്നത്. എലിസ അവസാനമായി ജീവനോടെ ഉണ്ടായിരുന്നത് ആ CCTV വിഷ്വൽസിലായിരുന്നു. സോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, എലിസ ഓടി വന്ന് ലിഫ്റ്റിൽ കയറി തനിക്ക് പോകേണ്ട ഫ്ലോർ നമ്പറും പ്രസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനുശേഷമാണ് ആരുടെയോ അടുത്തു നിന്നും രക്ഷപ്പെട്ട് ഓടി വന്ന് പേടിച്ച് ഭയത്തോടെ എത്തി നോക്കുന്നതായി കാണുന്നത്. ആരെ കണ്ടിട്ടാണ് എലിസ ഇങ്ങനെ പേടിച്ചോടി വന്നതെന്നറിയാൻ CCTV വിഷ്വൽസ് മുഴുവനും നോക്കിയപ്പോഴാണ് വളരെ അമാനുഷികമായി തോന്നിയത്. എലിസ ഉടനെ ആരോടോ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ ക്യാമറയിൽ എലിസയെ കൂടാതെ മറ്റാരും അവിടെ ഉണ്ടായിരുന്നില്ല. അത്രയും നേരം വെറുതെ സംസാരിച്ചു കൊണ്ടിരുന്ന എലിസ പെട്ടെന്ന് ആരുടെയോ ദേഹത്തെ തൊട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നാൽ വീണ്ടും ക്യാമറയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. 2013 ആ ഹോട്ടലിൽ ലിഫ്റ്റുകളിൽ മാത്രം CCTV ക്യാമറ ഉണ്ടായിരുന്നതിനാൽ ആരെ കണ്ടിട്ടാണ് എലിസ പേടിച്ചോടി വന്നതെന്ന് കണ്ടെത്താനായില്ല. റിച്ചാർഡ് റെമിറസ് എന്ന 13 പേരെ കൊന്ന ഒരു സീരിയൽ കില്ലറെ പോലീസ് പിടികൂടി. പോലീസ് അയാളെ പിടിക്കുമ്പോൾ കില്ലർ ആ ഹോട്ടലിലാണ് ഉണ്ടായിരുന്നത്. അയാൾ താമസിച്ചിരുന്ന മുറിയിൽ നിന്നും 13 തലയോട്ടികളാണ് പോലീസിന് കിട്ടിയത്. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ കില്ലർ പോലീസിനോട് പറഞ്ഞതെന്താണെന്നാൽ താൻ ഇതുവരെ കൊല ചെയ്തവരുടെ അസ്ഥികൂടങ്ങളെല്ലാം വെച്ച് അവരുടെ ആത്മാവുമായി സംസാരിക്കാറുണ്ടെന്നായിരുന്നു. പോലീസ് റിച്ചാർഡിനെ കൊണ്ടുപോയപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ താൻ മരിക്കുമെന്ന് റിച്ചാർഡ് പോലീസിനോട് പറഞ്ഞു. 2 ആഴ്ചയ്ക്ക് ശേഷം പറഞ്ഞതുപോലെ തന്നെ റിച്ചാർഡ് ജയിലിൽ വെച്ച് മരിച്ചു. ഇതിൽ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ റിച്ചാർഡിന്റെ മരണകാരണം എന്താണെന്ന് ഡോക്ടർമാർക്ക് പോലും കണ്ടെത്താനായില്ല. റിച്ചാർഡ് മരിച്ച് 18 വർഷങ്ങൾക്ക് ശേഷം അന്ന് റിച്ചാർഡ് താമസിച്ചിരുന്ന അതേ മുറിയിൽ തന്നെയായിരുന്നു എലിസയും താമസിച്ചിരുന്നത്. എലിസ പേടിച്ച് ലിഫ്റ്റിലേക്ക് ഓടി കയറിയതും ലിഫ്റ്റിന്റെ പുറത്തു വന്ന് തൊട്ട് സംസാരിച്ചതും റിച്ചാർഡിന്റെ ആത്മാവിനോടാണെന്ന് ഒരു തിയറിയുണ്ട്. എന്നാൽ ഈ ഹോട്ടലിൽ എലിസയുടെ കേസ് 10ൽ നിന്നും 11ാമത്തേതാണെന്ന് വേണമെങ്കിൽ പറയാം. എന്താണെന്നാൽ 1991 10 പേരെ കൊന്ന ജാക്ക് എന്ന സീരിയൽ കില്ലറെ ഈ ഹോട്ടലിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 1964 ഈ ഹോട്ടലിൽ വെച്ച് ഒരു മർഡർ നടന്നിട്ടും 50 വർഷങ്ങൾക്ക് ശേഷവും ആരാണ് കൊലയാളിയെന്ന് പോലീസിനെ കണ്ടെത്താനായില്ല. ഇതൊന്നും കൂടാതെ 60 പേരിൽ കൂടുതൽ ആളുകളാണ് ഈ ഹോട്ടലിന്റെ മുകളിൽ നിന്നും ചാടി സൂയിസൈഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ സൂയിസൈഡ് ചെയ്ത ആളുകളുടെ റൂമിൽ നിന്നും സൂയിസൈഡിന് കാരണമായ ലെറ്ററോ നോട്ടോ ഒന്നും തന്നെ കിട്ടിയില്ല. അവരുടെ റൂമിൽ നിന്നും കിട്ടിയ ബില്ലുകളെല്ലാം പരിശോധിച്ചപ്പോൾ മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ ഷോപ്പിംഗ്, റെസ്റ്റോറന്റ് എന്നിങ്ങനെ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. എന്നാൽ കൃത്യമായ ഒരു റീസണില്ലാതെ ഇത്രയും ആളുകൾ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്തു. ഇത് വെച്ച് നോക്കുമ്പോൾ എലിസയുടെ മരണത്തിലും ഒരു ദുരൂഹതയുണ്ട്. എലിസയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്ന ടാങ്കിന്
10 അടി ഹൈറ്റ് ഉണ്ട്. എന്നാൽ എലിസയ്ക്ക് വെറും 6 അടിയേ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റിനും ഒരു ഏണി പോലുമില്ലാതെ എലിസയുടെ ബോഡി അതിനുള്ളിൽ എങ്ങനെ എത്തിയെന്നതിന് കൃത്യമായ ഒരു ഉത്തരമുണ്ടായിരുന്നില്ല. സപ്പോസ് ഇനി എലിസ തന്നെയാണ് ആ ടാങ്കിന് മുകളിലേക്ക് കയറിയതെങ്കിൽ ഒരിക്കലും എലിസയ്ക്ക് ആ ടാങ്കിന്റെ മൂടി തുറക്കാനാവില്ല. കാരണം അതിന്റെ മൂടിക്ക് 30 കിലോ വെയിറ്റ് ഉണ്ട്. ക്ലീനിങ് സമയത്തെല്ലാം 2 പേർ വീതമാണ് ആ ഒരു മൂടി തുറന്നിരുന്നത്. ഇനി എലിസ തന്നെ ആ മൂടി തുറന്ന് അതിലേക്ക് ചാടിയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ടാങ്കിന്റെ മൂടി ആരാണ് അടച്ചത്? എന്തെന്നാൽ എലിസയുടെ ശരീരം കണ്ടെടുക്കുമ്പോൾ ആ ടാങ്കിന്റെ മൂടി അടഞ്ഞിരിക്കുകയായിരുന്നു. ആരെ കണ്ടിട്ടാണ് എലിസ ലിഫ്റ്റിലേക്ക് പേടിച്ചോടിക്കയറിയത്? ക്യാമറയിൽ കാണാത്ത ആരോടാണ് എലിസ സംസാരിച്ചു കൊണ്ടിരുന്നത്? എങ്ങനെയാണ് എലിസ ആ ടാങ്കിനുള്ളിൽ എത്തിയത്? ഇതെല്ലാം ചെയ്തത് മനുഷ്യനോ അതോ പ്രേതമോ?